നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം യമനിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. യമനിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലാകട്ടെ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല. മൊസാദിൻ്റെയും മറ്റും വളരെ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഹമ്മദ് അൽ റഹാവി എന്നാണ് ഹൂത്തികളുടെ പ്രധാനമന്ത്രിയുടെ പേര്. ഇദ്ദേഹവും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും എല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്ന ഹൂത്തികളുടെ പരമോന്നത നേതാവിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ നടത്തിയിരുന്നു. ഇത് കാണുന്നതിന് വേണ്ടി ഈ നേതാക്കന്മാരെല്ലാവരും ഒത്തുകൂടിയ സ്ഥലത്തേക്കാണ്, ആ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആക്രമണം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കാലങ്ങളായി ഇസ്രായേലിന് വലിയ തോതിൽ ഭീഷണിയായിരുന്നു ഈ പ്രധാനമന്ത്രിയും ഇയാൾക്കൊപ്പമുള്ള അനുയായികളുമെല്ലാം തന്നെ. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്തൊക്കെ തന്നെ ഈ സംഘം എപ്പോഴും ഇസ്രായേലിന് എതിരെ മിസൈലുകൾ അയക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ മുൻകൈ എടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തന്നെ അവർ ഈ പ്രതിരോധ മന്ത്രി എല്ലാം തന്നെ കൃത്യമായി നോട്ടമിട്ടിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച യമനിൽ അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അന്ന് ഇവരെ മുഴുവൻ വധിക്കാൻ നേരത്തെ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്നും എന്നാൽ പിന്നീട് അത് ഇന്നലത്തേക്ക് മാറ്റുകയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ഇസ്രായേലാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ഹൂത്തികൾ ഹമാസിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകളെയൊക്കെ തന്നെ ആക്രമിക്കുകയും ചെയ്തത്. പിന്നീട് അമേരിക്ക ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുകയും അവരുടെ പടക്കപ്പലുകൾ ഈ മേഖലയിൽ വിന്യസിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി കുറേ നാൾ ഇവർ നിശബ്ദരായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഇവർ അക്രമാസക്തരായി 2 കപ്പലുകൾ മുക്കുന്ന അവസ്ഥയിലേക്ക് വരെ ചെന്നെത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഹൂത്തികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അമേരിക്കയും ഇസ്രായേലിനോട് വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത് ബാക്കി ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഹൂത്തികളെ ഞങ്ങൾ വകവരുത്താമെന്നായിരുന്നു. പക്ഷേ എന്നിട്ടും അവരെ വകവരുത്താൻ അമേരിക്കയ്ക്ക് പോലും അന്ന് കഴിയാത്ത സാഹചര്യം എന്തായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇറാൻ അത്രമാത്രം ആയുധങ്ങൾ ഇവർക്കായി നേരത്തെ നൽകിയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഏതാണ്ട് 750 ടണ്ണോളം ആയുധങ്ങളാണ് ഒരു കപ്പലിൽ നിന്ന് പിടിച്ചെടുത്തത്. എല്ലാം തന്നെ ഇറാനിൽ നിന്ന് ഹൂത്തികൾക്ക് നൽകാനായി യമനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിൽ നിന്ന് 1800 കിലോമീറ്റർ അകലെയാണ് യമൻ സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും നിലവിൽ ഏതാണ്ട് 16ഓളം തവണയാണ് ഇസ്രായേൽ പോർവിമാനങ്ങൾ യമനിൽ പറന്നെത്തി അവിടെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത്.